ഹലോ ഓൾ, വെൽക്കം ടു XandY Learning. ഷഫീർ സാറാണ്. ഇന്ന് ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ സ്വപ്നം കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയിട്ട് പഠിക്കുക, അതുപോലെ തന്നെ ഒരു ഫോറിൻ കൺട്രിയിൽ ജോബൊക്കെ നേടി അവിടെ സെറ്റിൽ ആവുക എന്നുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി കേരളത്തിൽ നിന്നും ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. USA, യൂറോപ്പ് പോലെയുള്ള ഡിഫറെൻറ്റ് കൺട്രീസിൽ. അപ്പോൾ അതിൽ നമുക്കറിയാം +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. ഡിഗ്രിക്ക് ശേഷം PG എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫീൽഡിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു ട്രെൻഡിൻ്റെ റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പല ആളുകൾക്കും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരെ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലത്തെ ഫോറിൻ കോളേജുകളും അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസും ഒക്കെ നമ്മൾ സിനിമകളിലൂടെയും മറ്റുമാണ് കണ്ട് പരിചയമുള്ളത്. അപ്പോൾ ഇത്തരം എക്സ്പെക്റ്റേഷൻസും അതുപോലെ തന്നെ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മേ ബി നിങ്ങൾക്ക് തന്നെ അത്തരത്തിലുള്ളൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇതുപോലത്തെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നേരത്തെ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തണം. എന്നിട്ട് മാത്രമാണ് ഇതുപോലൊരു ഡിസിഷൻ നമ്മൾ ലൈഫിൽ എടുക്കാൻ പാടുള്ളൂ. പലപ്പോഴും ഉണ്ടാവുന്ന ഒന്നാമത്തെ ഒരു എക്സ്പെക്റ്റേഷൻ, ഇപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു എക്സ്പെക്റ്റേഷൻ, നമ്മളൊരു പുതിയൊരു രാജ്യത്ത് പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ആ രാജ്യം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ആ കൺട്രിയിൽ നമുക്ക് ഒരുപാട് ടൂർ പോകാൻ പറ്റും, വെക്കേഷൻ പോകാൻ പറ്റും, അങ്ങനെ വളരെ അടിപൊളിയായിട്ട് കൺട്രി മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പലരും പോകാറുള്ളത്. പക്ഷേ റിയാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് 1-2 വർഷത്തെ കോഴ്സാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നല്ല ഗ്രേഡ് വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ജോലിക്കൊക്കെ നോക്കുന്ന സമയത്ത് ആ കോളേജിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടുന്ന് അക്വയർ ചെയ്ത സ്കിൽസും അവിടുത്തെ ഗ്രേഡ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അക്കാഡമിക്സിൽ വളരെയധികം എന്തായിരിക്കും, ബിസി ആയിരിക്കും. നിങ്ങൾ എല്ലാ വീക്കെൻഡ്സിലും നമുക്ക് ട്രിപ്പ് പോകാമെന്നൊക്കെ ആയിരിക്കും പല ആളുകളും പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റ് ഓഫ് ദ ടൈം അക്കാഡമിക്സും അതുപോലത്തെ ഷെഡ്യൂളുകളിലും എക്സാമുകളിലും അസൈൻമെൻറ്റ്സിലൊക്കെ ബിസി ലൈഫായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻപ് പോയിട്ടുള്ള പല കുട്ടികളോടും ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യവും അത് തന്നെയാണ്. അതുപോലെ രണ്ടാമത്തെ എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് നമുക്ക് ആ ഫോറിൻ ലാംഗ്വേജ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ജർമ്മനി പോകുന്ന ആളുകളുണ്ട്, ഫ്രാൻസിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിത്തിൻ എ ഫ്യൂ വീക്സ് നമുക്ക് ഫ്രഞ്ചോ ജർമ്മനോ ഒക്കെ പഠിച്ചുകൊണ്ട് അവിടുത്തെ കൾച്ചറിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടപഴകാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി എന്താണ്, വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഏതൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ വളരെയധികം സമയമെടുക്കും. അപ്പോൾ അത് മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് ടൈം എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും റിയലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. വേറൊരു കാര്യം, ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ജർമ്മനി, ജപ്പാൻ പോലുള്ള പല കൺട്രീസിലൊക്കെ അവിടുത്തെ ലാംഗ്വേജ് അറിയുന്ന ആളുകൾക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക, പ്രയോറിറ്റി ഉണ്ടായിരിക്കുക. എപ്പോഴും ജാപ്പനീസ് അറിയുന്ന ആളുകൾക്ക്, ജർമ്മൻ അറിയുന്ന ആളുകൾക്ക്, ഫ്രഞ്ച് അറിയുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളൊരു കടമ്പ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതുകൂടെ നമ്മുടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. ആൻഡ് മൂന്നാമത്തെ എക്സ്പെക്റ്റേഷൻ പല ആളുകൾക്കും ഉള്ളത്, നമ്മൾ ഈ ഒരു പുതിയ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അതൊരു സ്വർഗ്ഗം പോലെ ആയിരിക്കുമെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ കാനഡ പോലുള്ള കൺട്രി ആണെന്നുണ്ടെങ്കിൽ, യൂറോപ്പിലെ പല രാജ്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള ആ കൺട്രീസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ അധികമാണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. ഒരു സ്വർഗ്ഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി, എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് പലരും പോകുക. പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മളൊരു കോളേജും നമ്മൾ താമസിക്കുന്ന സ്ഥലവും തന്നെ ആയിരിക്കും, അതിന് ചുറ്റുവട്ടത്തുള്ള ചെറിയ കുറച്ച് ഏരിയ ആയിരിക്കും മെജോറിറ്റി ഓഫ് കുട്ടികളും അവരുടെ ബഹുഭൂരിപക്ഷം സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ പല ആളുകളും പ്രതീക്ഷിക്കുന്ന അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു സ്വർഗ്ഗരാജ്യത്ത് ജീവിക്കുന്ന ഒരു ഫീലിംഗ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഒരുപാട് പഠിക്കാനുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, കൃത്യമായിട്ടുള്ള ഡെഡ് ലൈനോട് കൂടിയിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു അബ്രോഡ് എഡ്യൂക്കേഷൻ കഴിയുന്നതോടുകൂടി ചില ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് വലിയ മാറ്റങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഈസിലി നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾക്ക് നാട്ടിൽ ജീവിക്കാൻ തന്നെ താല്പര്യമുള്ള ആളുകളുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു 1-2 അല്ലെങ്കിൽ 3 വർഷം മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ പെർസ്പെക്റ്റീവും നിങ്ങളുടെ ഒരു ക്യാരക്ടറും എല്ലാം ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എവിടെ താമസിക്കണം, എന്ത് ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരും. സോ ഓവറോൾ ആസ് എ പേഴ്സൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ വേണം നിങ്ങൾ പോകാൻ. നാട്ടിലുണ്ടായിരുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളും നാട്ടിലുണ്ടായിരുന്ന നമ്മുടെ റിലേഷൻഷിപ്സ്, നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ മാറ്റം വരും. പലപ്പോഴും പല ആളുകളും തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് വളരെ റെയറാണ്. അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറാണ് പതിവ്. അടുത്ത എക്സ്പെക്റ്റേഷൻ, കുട്ടികളെല്ലാവരും, ഒരുപാട് ആളുകൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ആലോചിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന മറ്റൊന്നാണ് ഒരുപാട് പാർട്ടിയിങ്
ഓൾ നൈറ്റ് ആൻഡ് ഡേ പാർട്ടിങ് ആയിരിക്കും മിക്ക വീക്കെൻഡ്സിൽ എന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാഥാർത്ഥ്യം കോളേജിലെ അക്കാഡമിക്സും അതിൻ്റെ ബിസി ഷെഡ്യൂളിനും ഇടയ്ക്ക് പാർട്ടിങ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. വേറൊരു കാര്യമുള്ളത്, അവിടുത്തെ സ്റ്റുഡൻസ്, അവിടെ ജനിച്ച് വളർന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും. മാത്രമല്ല ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് അവിടെ പ്രത്യേകിച്ച് അവരെ മോണിറ്റർ ചെയ്യാനോ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ പാരൻസോ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരം ഓപ്ഷൻസ് അവരുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കും. പാർട്ടിയും അതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നത്. പക്ഷേ അതിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജസ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി, ഒരുപാട് സമയവും എഫേർട്ടും നമുക്ക് അതിനുവേണ്ടി ചിലവാകും. സ്വാഭാവികമായിട്ടും അത്രയും സമയം നമ്മൾ അത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിന് ചിലവഴിച്ചാൽ നമ്മുടെ അക്കാഡമിക്സിന് അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ വീക്കെൻഡ്സിലും ട്രിപ്പുകളും എല്ലാ വീക്കെൻഡ്സിലും പാർട്ടീസൊന്നും ആയിരിക്കില്ല അബ്രോഡ് എഡ്യൂക്കേഷന് പോകുന്ന സ്റ്റുഡൻസ് ചെയ്യുന്നത്. സോ ഈ ഒരു റിയാലിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാം. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് ഫോറിൻ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ഫോറിൻ ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് ആളുകൾക്കുണ്ട്. അതൊരു പരിധിവരെയൊക്കെ ശരിയാണ്. പക്ഷേ എത്ര തന്നെ പോയാലും പല രാജ്യങ്ങളിലും ഇന്നും ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന, ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ പല രീതിയിലായിട്ട് റേസിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഔട്ട്സൈഡറെ പോലെ തന്നെ ആയിരിക്കും ഒരു മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഫോറിൻ കൺട്രീസ്, അത് യൂറോപ്പ് ആയാലും ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും USA ആയാലൊക്കെ കാണുന്നത്. ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരാളെ പരിചയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഭാഗമാവുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഫോറിൻ കൾച്ചറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനും അതിൻ്റേതായിട്ടുള്ള ടൈമും എഫേർട്ടും എടുക്കുന്നതാണ്. വിദേശത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ശരിയാണ്, നമ്മൾ ഇവിടെ ഇന്ത്യയിലൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ല സാലറി നമുക്ക് അവിടെ കിട്ടും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ജീവിത ചെലവുകൾ, ലൈഫ് എക്സ്പെൻസസ് വളരെ കൂടുതലാണ് ഈ ഫോറിൻ കൺട്രീസിൽ. അത് മാത്രമല്ല പാർട്ട് ടൈം ജോബുകൾ എന്ന് പറയുമ്പം അവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ UK പോലുള്ള രാജ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പ്രായമായ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ജോലികളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുന്ന പോലത്തെ പാർട്ട് ടൈം ജോബുകളോ അല്ലെങ്കിൽ അതുപോലത്തെ പ്ലേസ്മെൻറ്റ്സ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല ഈ ഒരു വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് രണ്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എൻ്റെ ആണ്. ഒന്നാമത്തേത് അവിടുത്തെ ജോലി സാധ്യത. പല ആളുകളും പ്രതീക്ഷിക്കുന്നത് നമ്മളവിടെ 1-2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഒരുപാട് കോളേജുകൾ, IITസും NITസും പോലെയുള്ള കോളേജുകളിൽ വരുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, അല്ല ഫൈനൽ ഇയറിൽ കമ്പനീസ് കോളേജിൽ വന്നുകൊണ്ട് കുട്ടികളെ ഹയർ ചെയ്യുന്നൊരു സിസ്റ്റം ഫോറിൻ കൺട്രീസിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് വലിയൊരു കുട്ടികൾക്ക് അവിടെ ചെല്ലുമ്പം അവർ ഫേസ് ചെയ്യുന്നൊരു റിയാലിറ്റി. നിങ്ങൾ ഏത് കോഴ്സ് കംപ്ലീറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എത്ര നല്ല ഗ്രേഡുള്ള ആളായിക്കോട്ടെ, നിങ്ങൾ തന്നെ സ്വന്തം കഷ്ടപ്പെട്ട് ഇൻറ്റേൺഷിപ്പ് കണ്ടെത്തേണ്ടി വരും. അവിടുത്തെ ജോബ് എക്സ്പീരിയൻസ് നിങ്ങൾ സ്വന്തം നേടിയെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞൊരു ജോലിക്കും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യണേ, പരിശ്രമിക്കേണ്ടി വരും. അല്ലാതെ ഒരിക്കലും കോളേജിൽ കമ്പനികൾ വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റം ഫോറിൻ കൺട്രീസിൽ എവിടെയുമില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ഫോറിൻ ഓപ്ഷൻസ് നോക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മറ്റൊരു കാര്യം സ്കോളർഷിപ്പാണ്. ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടായിരിക്കും 100% സ്കോളർഷിപ്പോട് കൂടി വിദേശത്ത് പഠിക്കാമെന്നൊക്കെ. പക്ഷേ അവർക്ക് ആക്ച്വലി ഒരുപാട് ടോപ്പ് യൂണിവേഴ്സിറ്റീസിലെ കുറച്ച് ടോപ്പ് പ്രോഗ്രാംസിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടുത്തെ അക്കാഡമിക്സിലും അതുപോലെ ഇവിടെ പഠിച്ച കോളേജുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ 100% സ്കോളർഷിപ്പും അതുപോലെ തന്നെ സ്റ്റൈപ്പൻഡൊക്കെ കിട്ടുക. ബാക്കിയുള്ള ആളുകളൊക്കെ 20, 30, 40 ലാക്സ്, ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തുകൊണ്ടാണ് വിദേശത്ത് പോയി പഠിക്കുന്നത്. അത് അവിടെ ജോലി നേടിയിട്ട് വേണം നമുക്ക് തിരിച്ചടക്കാൻ. സോ ഈ ഒരു ഫൈനാൻഷ്യൽ റിസ്ക് മുഴുവൻ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ വിദേശത്ത് പോകുന്നതിനെ പറ്റി ആലോചിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, IITസും NITസും പോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സാക്ട് സെയിം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പോകുന്ന സമയത്ത് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അത് മാത്രമല്ല നിങ്ങൾ എത്രത്തോളം നല്ല സ്കിൽസ് അവിടുന്ന് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ഇനി ആൻഡ് ഫൈനലി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. ഇത്രയും വലിയൊരു ഫൈനാൻഷ്യൽ റിസ്ക് അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഫാമിലിക്കാണ് അത് എന്ത് ചെയ്യാൻ പോകുന്നത്, അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഓൾറെഡി അവിടെ പോയി എക്സ്പീരിയൻസ് ഉള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഡിസിഷൻ എടുക്കാൻ. വെറും ഒരു ആഡ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് ഇത് മാറുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് അതിന് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് അവിടെ ഉണ്ടോ, ആ കോഴ്സിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ്, നിങ്ങൾ പഠിക്കുന്ന കോളേജിന് ആ രാജ്യത്തുള്ള ഒരു റാങ്കിങ് എത്രത്തോളം ഉണ്ട്, ആ കോളേജിൻ്റെ അവിടെ പഠിക്കുന്ന അവിടുത്തെ അക്കാഡമിക്സിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ.
ആൻഡ് ഫൈനലി എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ്, നമ്മളെപ്പോഴും ഈ വിദേശത്ത് പോയി പഠിക്കുക, അവിടെ ജോലി ചെയ്യുക, സെറ്റിൽ ആകുക എന്നുള്ളത് എപ്പോഴും ഒരു ഫെയറി ടൈൽ പോലെ പലരും സ്വപ്നം കാണുന്ന കാര്യമാണ്. കംപ്ലീറ്റ്ലി ഞാൻ അതിനെ എതിർത്ത് പറയല്ല, കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് പറയല്ല. ഒരുപാട് അഡ്വാൻറ്റേജസ് അതിനുണ്ട്. നിങ്ങൾക്ക് പുതിയ സ്ഥലങ്ങൾ കാണാം, പുതിയ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കൺട്രീസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ്, ജോബ് എക്സ്പീരിയൻസ്, ഇൻ്റർനാഷണൽ ജോബ് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ പോസിബിലിറ്റീസ് ആണ് തീർച്ചയായിട്ടും. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ ഒരു തീരുമാനമെടുക്കുക. കാരണം ഇതിൽ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഫൈനാൻഷ്യൽ റിസ്ക് തന്നെയാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഗോയിങ് അബ്രോഡ് ആൻഡ് കംപ്ലീറ്റിംഗ് എൻ എഡ്യൂക്കേഷൻ എന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. +2 കഴിഞ്ഞിട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ കുട്ടികളോട് ആരും തന്നെ അഡ്വൈസ് ചെയ്യാറില്ല, അത്രയും വലിയ ഫൈനാൻഷ്യൽ റിസ്ക് ആയതുകൊണ്ട്. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഒന്നുകൂടെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ജോബ് കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ ഡ്രീംസ്, ഇതുപോലെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടോ, സ്റ്റഡി അബ്രോഡ് പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ മുൻപ് വിദേശത്ത് പോയി പഠിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് അറിയുമെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക്